ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമായിരുന്നു, ഒരു വൃത്തം വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ അർദ്ധവൃത്താക്കി മാറ്റി ആ അർദ്ധവൃത്തത്തിൻ്റെ അകത്തുണ്ടാകുന്ന കോണിൻ്റെ വാല്യൂ അല്ലേ 90 ഡിഗ്രിയാണെന്ന് തെളിയിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത രീതി എന്ന് പറയുന്നത് ഇതുപോലെ ത്രികോണം നിർമ്മിച്ചിട്ട് ആ ത്രികോണത്തിൻ്റെ ആരങ്ങൾ തുല്യമാണ്, അതുകൊണ്ട് ത്രികോണം സമപാർശ്വമാണ്. സോ രണ്ട് കോണുകൾ തുല്യമാണ്. ആ രീതിയിൽ ഈ രണ്ട് കോണുകൾ തുല്യമാക്കി എന്നിട്ട് 3 കൂട്ടി 180 എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്തു. ഒരു സിമ്പിൾ മെത്തേഡാണ്. സോ രണ്ടാമതായിട്ട് നമ്മൾ വൃത്തങ്ങൾ ഉപയോഗിച്ച് പഠിച്ചത് നമ്മൾ കേന്ദ്രകോണായിരുന്നു. കേന്ദ്രകോൺ. അപ്പോൾ കേന്ദ്രകോൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രകാരം ഇങ്ങനെ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഇതുപോലെ ഒരു ഞാണോ അല്ലെങ്കിൽ ഒരു ചാപമോ ഉണ്ടാക്കിയ കോണിനെയാണ് നമ്മൾ കേന്ദ്രകോൺ എന്ന് വിളിക്കുന്നത്. ആ കേന്ദ്രകോണിൻ്റെ ബാക്കി വരുന്ന ചാപം, അതായത് മറുചാപത്തിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന മറ്റൊരു കോണിൻ്റെ അളവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ രണ്ടാമത്തെ കാര്യം പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കോൺ നമ്മുടെ മറുചാപത്തിലെ കോൺ അല്ലെങ്കിൽ ചാപത്തിലെ കോൺ എന്നൊക്കെ പറഞ്ഞു. ഇത് കേന്ദ്രകോൺ. കേന്ദ്രകോൺ 2 ആണെങ്കിൽ ചാപത്തിലെ കോൺ 1 ഉണ്ടായിരിക്കും. അതായത് ഇരട്ടി പകുതി ബന്ധമാണ് അവർ തമ്മിൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്, ഇങ്ങനെ നമ്മൾ വരക്കുന്ന മറ്റൊരു കോണും കൂടെ എന്തായിരിക്കും, അതിൽ തുല്യമായിരിക്കും. അതായത് ഈ രണ്ട് കോണുകൾ തമ്മിൽ തുല്യമായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം ഒരേ വൃത്തഖണ്ഡത്തിൽ ഇതുപോലെ ഒരേ വൃത്തഖണ്ഡത്തിൽ വരക്കുന്ന കോണുകൾ എല്ലാം തുല്യമായിരിക്കും എന്നുള്ള രീതി പ്രകാരം അത് നമുക്ക് തുല്യമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ മറ്റൊരു ഐഡിയ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇത്തരത്തിൽ ഒരു വൃത്തത്തിൻ്റെ അകത്ത് നമ്മൾ വരച്ചുണ്ടാക്കുന്ന ചതുർഭുജത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വൃത്തത്തിലാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ പുറത്താണ് എന്ന് വിചാരിക്കേണ്ട, കറക്റ്റ് വൃത്തത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ചതുർഭുജങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചക്രീയം. ചക്രീയ ചതുർഭുജം. ആ ചക്രീയത്തിൻ്റെ എതിർ കോണുകൾ പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം, 180 ഡിഗ്രി കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഈ രൂപത്തിലാണെങ്കിലും ഈ രൂപത്തിൽ കൂട്ടിക്കഴിഞ്ഞാലും അല്ല ഇനി ഇവരെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാലും നമുക്കവിടെ കിട്ടുന്ന നമ്പറിൽ മാറ്റമൊന്നുമില്ല, എല്ലാം 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കോൺ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കോണുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും ഡാറ്റ വെച്ചിട്ടായിരുന്നു നമ്മൾ ഇതുവരെയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ വേണമെങ്കിൽ ഒരു മോഡൽ ക്വസ്റ്റ്യനായിട്ട് ചെയ്തു തരാം. ഇങ്ങനെ നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. ഇത് സെൻറ്റർ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ കേന്ദ്രമാണത്. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. പിന്നെ ഓ വൃത്തകേന്ദ്രമാണ് എന്ന് പറഞ്ഞാലല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, കേന്ദ്രമായിട്ട് ഒരു പോയിൻറ്റിനെയും തിരഞ്ഞെടുക്കരുത്. അതായത് നമ്മളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പോയിൻറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ പാടില്ല. കേന്ദ്രമാണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കേന്ദ്രത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും കേന്ദ്രമാണ് എന്ന് പറഞ്ഞ് തരുന്ന രീതി ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുക. സോ സിമ്പിളായിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നമ്മളോട് ഏതെങ്കിലും ഒരു കോൺ നമുക്ക് തന്നതിന് ശേഷം എന്ത് ചെയ്യും, ബാക്കി കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇങ്ങനെയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള കോൺ എന്ന് പറയുന്നത് ഈ ഒരു കോണാണ്. ഈ ഒരു കോൺ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു തൽക്കാലം ഒരു 35 ഡിഗ്രി എടുക്കാം. 35 ഡിഗ്രി. അങ്ങനെ 35 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ആരം ഇത് ആരം അല്ലേ. അപ്പോൾ 2 ആരങ്ങൾ കാരണം
ത്രികോണം ഒരു സമപാർശ്വമായത് കാരണം ഇത് നമുക്ക് വീണ്ടും എത്ര ഡിഗ്രി കിട്ടും? അതേ 35 ഡിഗ്രി തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പോൾ അത് ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. സോ അഗൈൻ നമുക്ക് 35 ഡിഗ്രി കിട്ടി. ഇനി നമ്മൾ പഠിച്ചത് പ്രകാരം 35 ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 70 ഡിഗ്രി എന്നുള്ള വാല്യൂ കിട്ടും. അങ്ങനെ 70 ഡിഗ്രി ആണെങ്കിൽ പിന്നെ ബാക്കി വരുന്ന കേന്ദ്രകോൺ എന്ന് പറയുന്നത് 110 ഡിഗ്രി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇനി കേന്ദ്രത്തിൽ 110 ആണെങ്കിൽ ഇവിടെ നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നേരെ പകുതി ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നേർ പകുതി തന്നെയാണ് ഇവിടെ കാണുന്ന ഈ ഒരു കോണും, അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ രണ്ട് കോണുകളുടെ വാല്യൂ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. സോ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കോൺ കറക്റ്റ് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഇത് നമുക്ക് 50 എന്ന് കറക്റ്റായിട്ട് 110ൻ്റെ പകുതി അല്ലേ, 55 എന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 55 എന്ന് കിട്ടും. അപ്പോൾ ഈ രീതി പ്രകാരം ഈ രണ്ട് കോണുകളും ഒരേ വൃത്തഖണ്ഡത്തിലുള്ള കോണുകളാണ്. അതായത് ഇത്രയും ഭാഗത്തിൽ വരച്ചിട്ടുള്ള കോണുകളാണ് അത് രണ്ടും. അതുകൊണ്ട് തന്നെ അത് തുല്യമായിരിക്കും, അതിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. ഇനി മറ്റൊരു കാര്യം നമുക്കറിയാനുള്ളത് ഇവിടെ വരുന്ന കോൺ. ഓക്കെ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇവരെ രണ്ടുപേരെയും കൂട്ടി നോക്കുക. രണ്ടും കൂടെ നമുക്ക് 180 കിട്ടണം. അപ്പോൾ അതിൽ 55 നമുക്ക് മൈനസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ അറിയുന്നത് 55. സോ അപ്പോൾ അറിയാത്ത കോൺ എന്ന് പറയുന്നത് കിട്ടാൻ നമ്മൾ 55 മൈനസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഓൾറെഡി നമുക്കറിയാം 180 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് 55 കുറച്ച് കഴിഞ്ഞാൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് 125 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക, അല്ലേ? 125 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആ 125 ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. വലിയ റിസ്ക് ഇല്ലാത്ത ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ആ ഒരു 180 ഡിഗ്രി ഉപയോഗിച്ച തിയറി പ്രകാരം, അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്ന തിയറി പ്രകാരവും അതുപോലെ തന്നെ അതിൽ വരുന്ന മറ്റൊരു നമ്മുടെ ഒരേ വൃത്താണ്ഡത്തിലെ കോണുകൾ തുല്യമാണ് എന്ന് പറയുന്ന രീതി പ്രകാരവും ഒരുപാട് മാർക്കിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ എക്സാമുകൾക്കൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയെടുത്തിട്ട് എന്ത് ചെയ്യുക, അതുപോലെയുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുള്ള വാല്യൂസ് നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. അതായത് വ്യത്യസ്ത കോണുകൾ തന്നിട്ടുണ്ടാവും, അത് പല സ്ഥലങ്ങളിലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തെറ്റിദ്ധരിച്ച ഒരു കാരണവശാലും കേന്ദ്രം എന്നുള്ള രീതി നമ്മൾ ആയിട്ട് കേന്ദ്രം എന്ന് പറഞ്ഞ് കണക്ക് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് കേന്ദ്രം ഇന്നതാണ് എന്ന് പറഞ്ഞ് തരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കേന്ദ്രം ഉണ്ടാവില്ല. ഇനി കേന്ദ്രമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളത് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യരുത്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ കേന്ദ്രത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, O കേന്ദ്രമാണ് അല്ലെങ്കിൽ C കേന്ദ്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം, അതായത് ചോദ്യത്തിൽ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കേന്ദ്രവുമായി ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊക്കെയാണ് ക്വസ്റ്റ്യൻ തരുന്നുണ്ടാവുക. ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇങ്ങനെയും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതി പ്രകാരം നമുക്ക് തരുന്ന കോണുകൾ എത്ര ഡിഗ്രിയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി ഇതുപോലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട്
കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം കൂടെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു രീതി നിങ്ങൾ മറന്നു പോകരുത്, വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് പേരുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ വളരെ ചുരുക്കം ചില കോണുകൾ മാത്രം നമുക്ക് തരുന്നുണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു കോണിൻ്റെ വാല്യൂ 30 ഡിഗ്രിയാണെന്ന് ക്വസ്റ്റ്യനിൽ നമുക്ക് തരും. ഓക്കെ, 30. അതുപോലെ മറ്റൊരു കോണാണ് ഇപ്പം ഇത് നമുക്ക് ഒരു 45. അതുപോലെ ഇവിടെ വരുന്ന ഒരു കോണ് ഇതൊരു 40 ഡിഗ്രി. അപ്പോൾ ഇത്രയും വാല്യൂസാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ അതുപയോഗിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: ചതുർഭുജം ABCDയുടെ എല്ലാ കോണുകളും കണ്ടുപിടിക്കുക എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ABCDയുടെ എല്ലാ കോണുകളും കണ്ടുപിടിക്കുക എന്നുള്ള രൂപത്തിലായിരിക്കും ചോദ്യം ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അറിയുന്ന കുറച്ച് കോണുകൾ നമുക്കുണ്ട് അല്ലേ, കുറച്ച് കോണുകൾ അറിയുന്ന വാല്യൂസ് പ്രകാരം നമുക്കുണ്ട്. അപ്പോൾ ആ അറിയുന്ന കോണുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇനി പുതിയ കോണുകൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം കോണുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന രീതികളാണ്. നമ്മൾ ഇതുപോലത്തെ 2 കോണുകൾ തുല്യമാണെന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം ഒരേ വൃത്താണ്ടത്തിൽ ഈ മുകളിലുള്ള ഈ വൃത്താണ്ടത്തിലെ കോണുകളാണത്, അല്ലെങ്കിൽ ഒരേ ചാപത്തിലെ കോണുകളാണത്, അങ്ങനെയെല്ലാം പറയുന്ന ഈ രീതി ഉപയോഗിച്ചാണ് അത് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ള രീതി കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ട് നമ്മൾ ഓരോ കോണുകളെയും നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള കോണുകൾ, ഈ തന്നിട്ടുള്ള കോണുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഫീൽ ചെയ്യും. സോ കറക്റ്റായിട്ട് നോക്കുക. ഞാനിവിടെ ആ 30 ഡിഗ്രിയുടെ പേര് കറക്റ്റ് എഴുതുന്ന രീതി പോലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു പേരിൽ നിന്ന് പോലും നമുക്ക് ആൻസർ കിട്ടാൻ വളരെ എളുപ്പമാണ്. സോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എന്താ ACB. സോ വ്യക്തമായി നോക്കിയിരുന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കോൺ ACB, ആ ACB എന്ന് പറയുന്ന കോൺ 30 ഡിഗ്രിയാണ്. സോ അങ്ങനെയെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ഇതേ വൃത്തത്തിൽ അല്ലെങ്കിൽ ഇതേ ചിത്രത്തിൽ മറ്റൊരു 30 ഡിഗ്രി കൂടെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ഏത് കോണാണ് എന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2 കാര്യങ്ങൾ നോക്കുക. നമുക്കറിയാം ഇവിടെ സിയിലാണ് കോൺ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ കോൺ ഉണ്ടാക്കിയത് ആരാണ് എന്ന് നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാ ഈ AB എന്ന് പറയുന്ന ഞാനാണ് സിയിൽ വെച്ച ആ കോൺ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. നിങ്ങൾ നോക്ക്, AB എന്ന് പറയുന്ന ഞാന് സിയിൽ വെച്ചാണ് കോൺ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതേ AB തന്നെ വൃത്തത്തിൽ മറ്റൊരു കോൺ കൂടെ ഉണ്ടാക്കുന്ന രീതി കാണാൻ പറ്റും. അപ്പോൾ ആരാണ് മറ്റൊരു കോൺ എന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ സിമ്പിളായി. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു രീതി പ്രകാരം AB എന്ന് പറയുന്ന ഞാൻ അല്ലേ, AB എന്ന് പറയുന്ന ഞാൻ വൃത്തത്തിൽ ഉണ്ടാക്കിയ ഒരു കോണാണ് ഞാനിപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലേ. AB എന്ന ഞാൻ ഉണ്ടാക്കിയ ഒരു കോണാണിത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അതേ AB തന്നെ ഉണ്ടാക്കുന്ന മറ്റൊരു കോണല്ലേ ഈ D എന്ന് പറയുന്ന ഭാഗത്തുള്ളത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതേ AB ഉണ്ടാക്കുന്ന കോണാണ് ഈ പറയുന്ന ഡിയിലുള്ളത് അല്ലേ.
സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന്, ഈ ഒരു എ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇത്തരത്തിലൊരു കോണും കാണാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഈ ഒരു ഓരോ ലൈനും നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രീതി. സോ അറിയാത്ത ആളുകൾ ഒരു പ്രാവശ്യം കൂടെ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ടത് മനസ്സിലാവും. ഇനി മറ്റൊരു കാര്യം, ഇങ്ങനെ അല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും നോക്കിയിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്കറിയാം എ ബി സി ഡി ആണ് ചതുർഭുജം അല്ലേ? എ ബി സി ഡി ആണ് ചതുർഭുജം. നിങ്ങൾ നോക്കുക, അതിൽ എ സി ബി ഇവർ 3 പേരും അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി അവിടെ ബാക്കി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ, അത് ഈ പറയുന്ന ഡി ആണ്. സോ എന്തായാലും അടുത്തത് ഈ പറയുന്ന എയും ബിയും കൂടെ ചേർന്ന് ഡിയിലായിരിക്കും കോൺ ഉണ്ടാക്കുന്നുണ്ടാവുക. എയും ബിയും കൂടെ ചേർന്ന് ഡിയിലായിരിക്കും കോൺ ഉണ്ടാക്കുന്നുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിൽ എ ബി എന്ന് പറയുന്നതിൻ്റെ 2 ഭാഗത്തും സിയും വന്നു ഡിയും വന്നു അല്ലേ? അപ്പോൾ ആ 2 കോണുകൾ എത്ര തന്നെയാണ്? 30 ഡിഗ്രി തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്ന മറ്റൊരു കോണാണ്, ഓൾറെഡി നമ്മളിത് പറഞ്ഞു, 30 ഡിഗ്രി എന്ന് പറഞ്ഞു. ഈ കോണിൻ്റെ വാല്യൂ 30 ഡിഗ്രി. അങ്ങനെയെങ്കിൽ നമുക്കിനി തന്നിട്ടുള്ള മറ്റു പല കോണുകളും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 45 ഡിഗ്രി ഉണ്ട് അല്ലേ? ആ 45 ഡിഗ്രി ആരാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവും, കോൺ ബി ഡി സി അല്ലേ? ബി ഡി സി ആണ് നമുക്ക് 45 ഡിഗ്രി കിട്ടുന്നത്. 45 ഡിഗ്രി. ഇനി എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും തുല്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ. അത് എല്ലാം ഒരേ ചാപത്തിലെ അല്ലെങ്കിൽ ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ. അതിനി ഇവിടെ വരുന്ന സമയത്തും സെയിം റീസൺ തന്നെ ആയിരിക്കും. ഇനി അടുത്തതിന് വരുന്ന സമയത്തും അതേ റീസൺ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. നമുക്ക് ആ ഒരു രീതി പഠിച്ചു തരുന്നാൽ മാത്രം മതി. സോ ബി ഡി സി ഉണ്ടാക്കുന്ന കോണ് 45 ഡിഗ്രി. അങ്ങനെയെങ്കിൽ മറ്റൊരു 45 ഡിഗ്രി കൂടെ അവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ആളും ഈ പറഞ്ഞ ബി സി തന്നെ ആയിരിക്കൂലേ അല്ലേ? നിങ്ങൾ നോക്കുക, ഇതല്ലേ ബി സി? ഇവിടെ കാണുന്ന ഈ കോണാണ് നമുക്ക് ബി സി. അപ്പോൾ ആ ബി സി ഉണ്ടാക്കുന്ന കോൺ ആരാണോ അവർ രണ്ടുപേരും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിൽ ആ ബി സി ഉണ്ടാക്കുന്ന ഒരു കോണാണ് ഈ പറഞ്ഞ 45 അല്ലേ? ഒരു കോണാണ് ഈ പറഞ്ഞ 45. അങ്ങനെയെങ്കിൽ അതേ ബി സി തന്നെ ഉണ്ടാക്കുന്ന മറ്റൊരു കോണല്ലേ ഇവിടെ കിടക്കുന്ന എയിലുള്ള കോണ്? സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? എയിലുള്ള കോണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന വാല്യൂവിലുള്ള ആളുകളൊക്കെ, ഈ കോണുകളെല്ലാം എന്താണ്? തുല്യമായിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അത് പ്രകാരം ഇവിടെയുള്ള ഈ ഒരു വാല്യൂസ്, ഈ ഒരു കോണ് സിമ്പിളായിട്ട് എത്ര കിട്ടും? നമ്മളോട് പറഞ്ഞ ആ 45 ഡിഗ്രിയുടെ അതേ അളവിലുള്ള ഒരു കോണായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് 45 എന്ന് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. രണ്ടാമത്തെ കോണാണ് നമ്മൾ കണ്ടുപിടിച്ചത് 45 ഡിഗ്രി. അല്ലെങ്കിൽ നേരത്തെ പോലെ നമുക്ക് ചെയ്യാം, ബി ഡി സി, ഡിയിലാണ് കോണുള്ളത്, ബിയും സിയും ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ മിസ്സായിട്ടുള്ളത് എ മാത്രമല്ലേ? സോ ബി എ സി 45 എന്ന് കിട്ടും. കാരണം ഇത് തന്നെയാണ്, ഒരേ വൃത്താണ്ടത്തിലെ കോണുകൾ തന്നെ, വേറെ കാരണത്തിന് മാറ്റമൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്, രീതികളും സിമ്പിൾ തന്നെയാണ്. അപ്പോൾ 2 കോൺ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ നമുക്കറിയുന്നതാണ്, ഒരു 40 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്കറിയാം ആ 40 ഡിഗ്രി എന്ന് പറയുന്നത് ഇതാ, ഈ സി ഡി ഉണ്ടാക്കിയിട്ടുള്ള കോണാണ് അല്ലേ? സി ഡി ഒരു കോൺ ഇവിടെ ഉണ്ടാക്കി, അതുപോലെ സി ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡി സി എന്ന് പറയുന്ന ഉണ്ടാക്കുന്ന മറ്റൊരു കോണാണ് ഇവിടെ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ
സി ഡി എന്ന് പറയുന്നത് ബിയിൽ ഉണ്ടാക്കിയ കോണാണ് സി ബി ഡി. അതാണ് നമുക്ക് തന്നിട്ടുള്ള 40 ഡിഗ്രി. ഇനി അതേ സി ഡി തന്നെ ബി കഴിഞ്ഞാൽ പിന്നെ അവിടെ എ ആണ് ബാക്കിയുള്ളത്. എയിൽ ഉണ്ടാക്കുന്ന കോണായിരിക്കും സി എ ഡി. അതായിരിക്കും ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കോണ്. സിമ്പിളായിട്ട് നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ ആ ഒരു രീതി പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ പഠിക്കാത്ത ഏതൊരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അത് നിങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അത് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇനി ചെയ്യാനുള്ളത്, ഇവിടെ നമുക്ക് 40 ഡിഗ്രി ആണെങ്കിൽ ഓൾറെഡി കണ്ടുപിടിച്ചത് പ്രകാരം ഇവിടെ എത്ര ഡിഗ്രിയാണ്, 40 എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കണ്ടുപിടിച്ച കോൺ എന്ത് ചെയ്യുക, അടുത്തതായിട്ട് എഴുതി വെക്കുക. ആദ്യം ഉണ്ടായിരുന്നത് അറിയുന്ന വാല്യൂ എന്ന് പറയുന്നത് കോൺ സി ബി ഡി ആയിരുന്നു. സി ബി ഡി 40 കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതേ സി ഡി ഉണ്ടാക്കുന്ന അതേ സി ഡി ഉണ്ടാക്കുന്ന അതെവിടെ എയിൽ ഉണ്ടാക്കുന്ന കോണാണ് സി എ ഡി. ഓൾസോ 40 ഡിഗ്രി ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുക, ഇത് നമ്മൾ കണ്ടുപിടിച്ച കോണാണ്, ഇത് നമ്മൾ കണ്ടുപിടിച്ച കോണാണ്, ഇതും നമ്മൾ കണ്ടുപിടിച്ച കോണാണ്. അതൊക്കെ ഈ കാരണം കൊണ്ട് തന്നെയാണ്, ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളായതുകൊണ്ട് തന്നെയാണ് എല്ലാം തുല്യമായിട്ട് കിട്ടിയത്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള ഒരു 2 കോണുകൾ ഓൾറെഡി അതിൽ കാണാനുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഈ ഒരു കോണും അല്ലേ, ചിത്രത്തിൽ ഈ കാണിച്ച കോണും അതുപോലെ ഈ കാണിച്ച കോണ് നമുക്ക് എന്തില്ല, ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആക്കാൻ പറ്റും. അവിടെ ഈ മാർക്ക് ചെയ്ത 2 കോണുകളും ഈ 2 കോണുകളും ശ്രദ്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ എ ഡി ഉണ്ടാക്കിയിട്ടുള്ള 2 കോണുകളാണ് അല്ലേ. എ ഡിയുടെ ബാക്കിയായിട്ട് വരുന്ന അല്ലെങ്കിൽ എ ഡി എന്ന ചാപം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോണാണ് ഈ പറഞ്ഞ സി എന്ന് പറയുന്ന ഭാഗത്തും അതുപോലെ ബി എന്ന് പറയുന്ന ഭാഗത്തും. അതായത് നമ്മൾ നേരത്തെ പോലെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്ന 2 കോണുകളാണ് അത് രണ്ടും. അപ്പോൾ ആ രീതി പ്രകാരം ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂട്ടത്തിലെ ഒരു കോണ് തരാത്ത പക്ഷം മറ്റൊരു കോണിനെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 2 കോണുകളും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു തിയറി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണത്. നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയിരിക്കുക. ഈ ചതുർഭുജം എ ബി സി ഡി എന്ന് പറയുന്ന 4 ഭാഗങ്ങളും കറക്റ്റായിട്ട് വൃത്തത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എ ബി സി ഡി വ്യക്തമായ രീതിയിൽ നമുക്കറിയാം ഒരു ചക്രീയ ചതുർഭുജമാണ് അല്ലേ. എ ബി സി ഡി ഒരു ചക്രീയമാണ്. അങ്ങനെ എ ബി സി ഡി ചക്രീയമാണെങ്കിൽ ഈ പറയുന്ന ഡി എന്ന് പറയുന്ന കോണും ഈ പറയുന്ന ബി എന്ന് പറയുന്ന കോണും കൂട്ടിക്കഴിഞ്ഞാൽ അല്ലേ, ഡിയും ബിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം എന്നുള്ള നിയമം നമുക്കറിയാം. ഡിയും ബിയും 180 കിട്ടണം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഡി എന്ന് പറയുന്ന കോൺ ഓൾറെഡി ഡി എന്ന് പറയുന്നത് 30ഉം 45ഉം. അപ്പോൾ അത് മുഴുവനായും നമുക്ക് അവിടെ 75 ഡിഗ്രി എന്ന് ഡി എന്ന് പറയുന്ന കോണ് പറയാൻ പറ്റും. 75 ഡിഗ്രി. അപ്പോൾ അതുപോലെ ബി എന്ന് പറയുന്ന കോണ് അല്ലേ, ബി എന്ന് പറയുന്ന കോൺ കുറച്ച് സ്ഥലം 40ആണ്. പിന്നെ ഇത്രയും ഭാഗം നമുക്കറിയില്ല അല്ലേ, അറിയാത്തൊരു വാല്യൂ. അറിയാത്തതിനെ വേണമെങ്കിൽ നമുക്ക് എക്സ് എന്ന് വൈ എന്ന് എന്ത് വേണമെങ്കിലും കൊടുക്കാം. തൽക്കാലം എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെയുള്ള കോണെന്ന് പറഞ്ഞാൽ 40ഉം എക്സും ചേർന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തുള്ള നമ്മുടെ വാല്യൂവിൽ 75ഉം ഒരു 40ഉം കൂട്ടത്തിൽ ഒരു എക്സും കൂടെ ചേരുമ്പോൾ മാത്രമാണ് അവിടെ എന്താവുന്നത്, മുഴുവൻ 180 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 75ഉം 40ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 115 എന്ന് കിട്ടും.
അതിൻ്റെ കൂടെ തന്നെ എക്സ് എന്ന് പറയുന്ന നമ്പർ കൂട്ടുമ്പോൾ 180 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 180 എന്ന് പറയുന്ന വാല്യൂവിനെ ഈ 15 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, എക്സിനെ നമുക്ക് ഒറ്റയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ആകെയുള്ള 180ൽ നിന്ന് 115 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതായിരിക്കും. സോ 180ൽ നിന്ന് നമ്മൾ 115 കുറക്കുന്ന സമയത്ത് അവിടെ 65 എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക, അല്ലേ? 65 ഡിഗ്രി എന്ന് വരും. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന ഇവിടെയുള്ള ഈ കോണിൻ്റെ വാല്യൂ, അല്ലേ, എക്സ് എന്ന് പറയുന്ന ഈ കോണിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്ന രീതിയാണ് എത്ര? 65 എന്ന് കിട്ടും. അങ്ങനെ കിട്ടുന്ന ഈ എക്സ് 65 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാക്കുന്ന ഈ പച്ച കളർ കോണും നമ്മൾ പറഞ്ഞ രീതി പ്രകാരം 65 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തായി? നമുക്ക് കാണാനുള്ള എല്ലാ കോണുകളും നമ്മളിപ്പോൾ അവിടെ കണ്ടുപിടിച്ചു. ഇനി ഒരു കോണും കാണാൻ ബാക്കിയില്ല. പക്ഷേ ചോദ്യം പ്രകാരം നമ്മൾ ചെയ്യേണ്ട കാര്യം ABCDയുടെ 4 കോണുകളും കാണുക എന്നായിരിക്കും. ABCDയുടെ 4 കോണുകളും കാണുക. ചുരുക്കം ചില ഭാഗങ്ങളിൽ മാത്രം എന്ത് ചെയ്യാറുണ്ട്? ഈ വികർണങ്ങൾക്കിടയിലുള്ള കോണുകളും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ചോദ്യം വരാറുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതിന് മുന്നേ നമുക്കിപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഓരോ ഭാഗങ്ങളിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ജസ്റ്റ് ആ ഓരോ കോണുകളും ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കോൺ എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ എ നമുക്കറിയാം, ഇത്രയും ഭാഗം 40, ബാക്കി 45. മുഴുവനായിട്ട് നോക്കുന്ന സമയത്ത് 40ഉം 45ഉം നമുക്ക് 85 ഡിഗ്രി എന്ന് കിട്ടും. 85 എന്ന് കിട്ടും. അതുപോലെ കോൺ ബിയുടെ വാല്യൂ, ബി എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കവിടെ ഒരു 40 ഡിഗ്രി കൂടെ 65 ഡിഗ്രി സിമ്പിളായിട്ട് നമുക്ക് 105 എന്ന് പറയാൻ പറ്റും. രണ്ടും കൂട്ടുന്ന സമയത്ത് 105 ഡിഗ്രി. അതുപോലെ നെക്സ്റ്റ് ഇനി സി എന്ന് പറയുന്ന കോണിൻ്റെ വില നമ്മൾ നോക്കുക, 65, 30 അല്ലേ? രണ്ടും കൂട്ടുന്ന സമയത്ത് 95, 95 എന്ന് കിട്ടും. സിമ്പിളായിട്ട് കാണാൻ പറ്റും. ഇനി ഡി എന്ന് പറയുന്ന ഒരു കോണും കൂടെ ഉള്ളൂ. ഡി എന്ന് പറയുന്ന കോൺ 30, 45 സിമ്പിളായിട്ട് നമുക്ക് 75 എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് 4 കോണുകൾ. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് 4 കോണുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ബാക്കിയായിട്ട് വരുന്ന അല്ലെങ്കിൽ മറ്റൊരു ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ചില ക്വസ്റ്റ്യനിൽ മാത്രം ഈ എഴുതി വെച്ച രീതി നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ചില ക്വസ്റ്റ്യനിൽ മാത്രം നമ്മളോട് ഈ കോണുകൾ കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. ഇതുപോലെ നടുവിൽ വരുന്ന ഉള്ളിൽ വരുന്ന കോണുകൾ കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ചില ആളുകൾ എന്ത് ചെയ്യും, ഇത് കേന്ദ്രമാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം മുതലേ ചെയ്യുന്നതെല്ലാം തെറ്റിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞതാണ്, കേന്ദ്രം എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെ കേന്ദ്രമായിട്ട് എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ കേന്ദ്രത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര ഡിഗ്രി വരും എന്നുള്ളത് സിമ്പിളായിട്ട് ഒരൊറ്റ ഭാഗം ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കുക, ഞാൻ തൽക്കാലം ഈ വലതുവശത്തെ ത്രികോണം മാത്രം ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ട്രയാങ്കിൾ മാത്രം ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ത്, ഇവിടെ ഓൾറെഡി
40 ഡിഗ്രി 30 ഡിഗ്രി അല്ലേ, 40 30 രണ്ട് അളവുകളുണ്ട്. ആ 40 30 ചേർന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം 70 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഇയാൾ കൂടെ ചേരുന്ന സമയത്ത് അവിടെ ഒരു ത്രികോണം ഫോം ചെയ്യുന്നുണ്ട്, ഒരു ത്രികോണം ഉണ്ടാവുന്നുണ്ട്. ഏതൊരു ത്രികോണത്തിൻ്റെയും മുഴുവൻ കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ 180 ഡിഗ്രി ആയിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെയുള്ള 180 ഡിഗ്രി വരുമ്പോൾ 40 30 70 ബാക്കി അവിടെ 110 ഡിഗ്രിയുടെ കുറവുണ്ടായിരിക്കും ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 110 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേ സ്ഥാനത്തും അതുപോലെ 110 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത്തരത്തിൽ എക്സ് പോലെ വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ എക്സ് പോലെ വരച്ചു കഴിഞ്ഞാൽ എതിർകോണുകൾ ഉണ്ടായിരിക്കും. ആ എതിർകോണുകളെല്ലാം തുല്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കോണുകളും 110 ഡിഗ്രി വീതമായിരിക്കും. ഇനി സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, അങ്ങനെ ഈ ഒരു വാല്യൂ, ഈ ഒരു വിഭാഗം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇതുപോലൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമ്മൾ ഈ പ്രൊട്രാക്ടർ എല്ലാം വെച്ച പോലെ, അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തം വെച്ച പോലെ നമ്മുടെ കയ്യിലുള്ള പ്രൊട്രാക്ടർ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഭാഗം അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഭാഗം അതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കോണുണ്ടെങ്കിൽ, അതായത് പുറത്ത് അത് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതും അതുപോലെ ബാക്കി വരുന്ന ഇതും, അത് നമ്മൾ മുഴുവനായിട്ട് നോക്കുമ്പോൾ ഒരു അർദ്ധവൃത്തം പോലെ അല്ലെങ്കിൽ ഒരു പ്രൊട്രാക്ടർ വെച്ച പോലെ നമുക്ക് തോന്നുന്ന കോണാണ് അത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക വാല്യൂ ഉണ്ടായിരിക്കും. അവിടെ ഈ പറയുന്ന കോണും തമ്മിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെയുള്ള ഒരു 180ൻ്റെ ബന്ധം കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു രേഖീയ ജോഡിയായിട്ടാണ് നമ്മൾ പറയാം. കാരണം ഇവരെ രണ്ടുപേരെയും രേഖീയ ജോഡി, അതായത് ഒരു രേഖയിലുള്ള രണ്ട് ജോഡി കോണുകളായിട്ടാണ് ഇതിനെ രണ്ടിനെ നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 110 അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കി വരുന്ന 70 ഡിഗ്രിയാണ് ഇവിടെ ഉണ്ടാവുക. 70. ഇനി അങ്ങനെ ഒരു 70 ഇവിടെ ഉണ്ടെങ്കിൽ താഴെ സ്വാഭാവികമായിട്ടും 70 തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് വികരണങ്ങൾക്കിടയിലുള്ള കോണ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് അത് കിട്ടും. ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാര്യം ആ രേഖീയ ജോഡി മാത്രമാണ്. അതും കൂടെ നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിസ്ക് ഒന്നുമില്ലാതെ ഇവിടെ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചത് ഈ പറയുന്ന രണ്ട് രീതിയിൽ 110 കാണാൻ പറ്റും. 110ൻ്റെ ബാക്കി എന്ന രൂപത്തിൽ ഇവിടെ 70 കിട്ടും. ഇനി അത് 70 ആണെങ്കിൽ താഴെയും യാതൊരു ചേഞ്ചും ഇല്ല, 70 തന്നെ ആയിരിക്കും. സോ ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും സിമ്പിളായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ 40 30 70, 110 കൂടെ വരുമ്പോൾ 180. അപ്പോൾ ആ ത്രികോണം കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ മുകളിൽ നോക്കുക, 45 65 അല്ലേ. 40 60 നമുക്കറിയാം 100ആണ്. 5 5 10 110. കൂടെ 70 വരുന്ന സമയത്ത് 180. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ വാല്യൂസിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റും, സിമ്പിളായിട്ട് ആൻസറും കിട്ടും. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് എക്സാമ്പിൾക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ചെയ്ത് ശീലമില്ലാത്ത ഒരാൾക്ക് ചെയ്യാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതി കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിച്ചത്, നമ്മൾ എങ്ങനെയാണ് ഇത് താഴേക്ക് ചെയ്തു വന്നത്, ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച രീതി എന്താണ്, ആരാണ് കോൺ ഉണ്ടാക്കുന്നത്, ആരാണ് മാറുന്ന നമ്പർ അല്ലേ. അവിടെ BC ആണ് കോൺ ഉണ്ടാക്കുന്നത്, BC അതുപോലെ ഉണ്ട്, മാറുന്ന നമ്പർ ഇവർ രണ്ടുപേരും. അപ്പോൾ അത് ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്. അവസാനം രണ്ടും കിട്ടാതായ സമയത്ത് നമ്മൾ ചക്രീയ ചതുർഭുജം ഉപയോഗിച്ചാണ് മൂന്നാമത്തത് കണ്ടുപിടിച്ചത്. ഇങ്ങനെയുള്ള രീതികളെല്ലാം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു പ്രാവശ്യം ഈ ചോദ്യം ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ക്വസ്റ്റ്യൻ കിട്ടാതെ വിഷമിക്കണ്ട. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ABCD എന്ന ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളും കണ്ടുപിടിക്കുക. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണിത്. ബാക്കി കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാം,
ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. അതുപോലത്തെ ബാക്കി ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ആ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ നിങ്ങൾ സിമ്പിളായിട്ട് അത് ചെയ്യാം. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഇനി ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ഓർത്തിരിക്കുക. അവിടെ മനസ്സിലാക്കേണ്ടത് ചക്രീയ ചതുർഭുജം തന്നെയാണ്. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് പഠിച്ചിരിക്കുക. ഏതൊരു ചതുർഭുജത്തിൻ്റെയും 4 മൂലകളും വൃത്തത്തിലാണെങ്കിൽ അങ്ങനെയുള്ള ചതുർഭുജമാണ് ചക്രീയം. അല്ലെങ്കിൽ ഏതൊരു ചതുർഭുജത്തിൻ്റെയും എതിർക്കോണുകൾ 180 കിട്ടുന്നുണ്ടെങ്കിൽ, കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ചുറ്റും നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ഒരു വൃത്തം വരയ്ക്കാൻ പറ്റും എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് പഠിച്ചിരിക്കുക. അത്രയൊക്കെയാണ് കാര്യമായിട്ട് ഇതിൽ പറയാനുള്ളത്. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കൂടുതലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് അത് പഠിച്ചിട്ട് തന്നെ പോവാം. ഓക്കെ.